നെന്മാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അഴിമതിയും വികസന മുരടിപ്പും ആരോപിച്ച് CPM ജനകീയ പ്രതിരോധം സംഘടിപ്പിച്ചു. അംഗൻവാടി നിയമനത്തിൽ ഇഷ്ടക്കാരെ മാനദണ്ഡം മറികടന്ന തിരികെ കയറ്റിയെന്നും പഞ്ചായത്ത് റോഡുകൾ തകർന്നുവെന്നും തൊഴിൽ ദിനങ്ങൾ നഷ്ടമാക്കിയെന്നും പഞ്ചായത്ത് കോംപ്ലക്സ് കടമുറികൾ അടഞ്ഞുകിടക്കുന്നത് മൂലം കോടിക്കണക്കിന് രൂപ പഞ്ചായത്തിന് നഷ്ടമുണ്ടാക്കിയെന്നും മറ്റും ആരോപിച്ചാണ് പ്രതിരോധ സദസ് നടത്തിയത്. CPM ഏരിയ സെക്രട്ടറി K. പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. നെല്ലിയാമ്പതി എന്ന് പറഞ്ഞാൽ 3000 ജനങ്ങൾ മാത്രമുള്ള പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ ഇന്ന് നെന്മാറയേക്കാൾ കൂടുതലാണ് തൊഴിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിലെ ഭരണസമിതിയുടെ പ്രസിഡന്റിനെയും ഇവിടുത്തെ കോൺഗ്രസിന്റെയും BJPയുടെയും നേതാക്കളെ പൊക്കിയും കണ്ട് കിട്ടാൻ മതിയോ? അതിനേക്കാൾ വല്ലതും ചെയ്യണ്ടേ? ഇങ്ങനെയും ഒരു നാണവും മാനവും ഇല്ലാത്ത എന്നിട്ട് തൊഴിലാളികൾ എന്തെങ്കിലും ചോദിച്ചാൽ കൈമലർത്തുക, പരസ്പര വിരുദ്ധമായി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് നടക്കുക. ഇവിടെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട തൊഴിൽ നിഷേധിച്ചുകൊണ്ട് തൊഴിൽ കൊടുക്കാതെ ആകെ മീറ്റിംഗ് മാമാങ്കം കൂടുക, അത് മാത്രമേ ഉള്ളൂ. കാരണം 11 ആളില്ലല്ലോ. അല്ല, കോൺഗ്രസ് ഇങ്ങനെയാണ്. അതിനെ കൂട്ടുപിടിച്ചു നിൽക്കുന്ന BJP എന്താ പറയാ? ഈനാം പേച്ചിക്ക് കൂട്ട് മരപ്പട്ടി എന്ന് പറയുന്ന പോലെയല്ലേ നെന്മാറയിലെ BJPക്കാർ. ആ പങ്കിട്ടെടുക്കലിൽ ജോലിക്ക് ആളെ വെക്കുമ്പോ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആരാ? എല്ലാം കോൺഗ്രസ് വെക്കാൻ പറ്റില്ലല്ലോ, എല്ലാം കോൺഗ്രസിന്റെ മെമ്പർമാരെ വെക്കാൻ പറ്റില്ലല്ലോ. എന്നാ പിടിച്ചോ BJP നേതാവിന്റെ ഗണേശിക്ക് ഒരു പണി. അതാണ് ഈ നാട്ടിൽ വേറെ അർഹതയുള്ള വിദ്യാഭ്യാസമുള്ള അതിന് എല്ലാ ജോലിക്കും കഴിയാവുന്ന ഒരു മനുഷ്യരുമില്ല. അവർ നോക്കുമ്പോൾ ആകെ അവരുടെ മെമ്പർമാരും ഭാര്യമാരും മക്കളും മകനും കുടുംബക്കാരുമല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ 5 വർഷം കൊണ്ട് ഒരു നയാ പൈസയുടെ ഉപകാരം ചെയ്യാത്ത നെറികെട്ട ഭരണമാണ് കോൺഗ്രസും BJPയും നെന്മാറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോക്കൽ സെക്രട്ടറി K. നാരായണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. പ്രകാശൻ, ഉഷ രവീന്ദ്രൻ, അജിത് കുമാർ, രതിക രാമചന്ദ്രൻ, റീന സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു.